പൾസർ സുനിക്ക് ദിലീപ് കൊടുത്തുവെന്ന് പറയുന്ന പണത്തിന്റെ തെളിവ് എവിടെയെന്ന് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വർ. റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് ദിലീപ് നടിയെ ആക്രമിക്കാൻ 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ തന്നുവെന്നും അതിൽ 80 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ടെന്നും പൾസർ സുനി പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് 70 ലക്ഷം ആരും കയ്യിലെടുത്തു കൊടുക്കില്ലെന്നും പൾസർ സുനിക്ക് പണം ലഭിച്ചത് തെളിയിക്കാനായാൽ കേസ് നേരെ തിരിയുമെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. തനിക്കും ദിലീപ് 1.5 കോടി തന്നുവെന്ന് പറയുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. ദിലീപ് പൾസർ സുനിക്ക് 70 ലക്ഷം രൂപ കൊടുത്തുവെന്നാണ് വാർത്തയിൽ പറയുന്നത്. അത് മെറ്റീരിയൽ തെളിവാണ്. പണം ഡിജിറ്റൽ ആയിട്ടാണോ കൊടുത്തത്, കാശായിട്ടാണോ കൊടുത്തത്, എപ്പോഴാണ് കൊടുത്തത്, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത്തരം തെളിവുകളൊന്നും കണ്ടില്ല. കേസ് അവസാനിക്കാറായ ഘട്ടത്തിൽ രക്ഷപ്പെടാനായി പൾസർ സുനി നാടകം ഇറക്കിയതാണോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല. ഇടയ്ക്കിടെ ആവശ്യം വന്നപ്പോൾ ദിലീപിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുവെന്നാണ് പൾസർ സുനി പറയുന്നത്. അത് തെളിയിച്ചാൽ ഈ കേസ് ഫുൾ തിരിഞ്ഞു. 1 രൂപയെങ്കിലും ദിലീപോ ദിലീപിന്റെ ആളുകളോ പൾസർ സുനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് തിരിഞ്ഞു. ഏപ്രിൽ 11-ന് കേസിന്റെ അന്തിമവാദം പൂർത്തീകരിക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവസാന നിമിഷം വലിയ ട്വിസ്റ്റാണ്. ഇനി തെളിവ് പൾസർ സുനി പുറത്തുവിടുമോ എന്ന് അറിയില്ല. എന്താണ് ദിലീപ് 1.5 കോടിയിൽ നിൽക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട്. നടിയെ ആക്രമിക്കാൻ 1.5 കോടി, പോലീസുകാരെ ആക്രമിക്കാൻ 1.5 കോടി. കുറച്ചുനാൾ മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വറിന് ദിലീപ് 1.5 കോടി കൊടുത്തിട്ടാണ് ഈ ചാനലുകളിൽ പോയി പ്രതിരോധിക്കുന്നത് എന്ന്. 70 ലക്ഷം രൂപ ആരും കയ്യിലെടുത്തു കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും തെളിവ് കാണണമല്ലോ. അല്ലെങ്കിൽ അവസാന നിമിഷം ദിലീപ് വിജയിക്കുമെന്ന് പരക്കെ പറയപ്പെടുന്ന കേസിൽ പൾസർ സുനി നാടകം നടത്തുന്നതാണ്. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല, ഗൂഢാലോചന തെളിവില്ല. നാളെ പൾസർ സുനി പറയുകയാണ് രാഹുൽ ഈശ്വരും ഇതിനു പിന്നിലുണ്ടെന്ന്. അപ്പോൾ പോലീസിന് തന്നെ പിടിച്ച് അകത്തിടാൻ സാധിക്കില്ലല്ലോ. ബാലചന്ദ്രകുമാർ തന്റെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും കോടതിയിൽ നിലനിന്നില്ല. ദിലീപ് 4 പോലീസുകാരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ കേസൊന്നും എവിടെയും എത്തിയില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ ഈശ്വറിനെ താൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന പൾസർ സുനിയുടെ ഭീഷണിക്കുള്ള മറുപടി ഇങ്ങനെ. പൾസർ സുനിക്ക് ദേഷ്യം ദിലീപിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വറിനോടാണ്. അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ആരോടും സുനിക്ക് ദേഷ്യമില്ല. പൾസർ സുനിക്ക് എന്താ രാഹുൽ ഈശ്വറിനോട് മാത്രം ദേഷ്യം? അതിന് കാരണം പൾസർ സുനി ഇതിൽ തെറ്റുകാരനാണ് എന്നും ദിലീപ് ഇതിന് നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതും കൊണ്ടാണ്. അത് കേരളത്തിലെ എല്ലാവർക്കും കാണാം. ജൂണിൽ ഈ കേസിന്റെ വിധി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. പൾസർ സുനിയല്ല ആര് ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ നിന്ന് മാറില്ല. സത്യം എന്താണ് എന്നതാണ് താൻ പറഞ്ഞത്. 2 മാസത്തിനുള്ളിൽ അത് കാണാം. പൾസർ സുനി ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്തെങ്കിലും തരത്തിൽ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഭീഷണിയൊന്നും തന്റെ അടുത്ത് വിലപ്പോകില്ല. ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു.